നമസ്കാരം. ഇത് സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ സുവർണ കാലമായിരുന്നു എങ്കിലെന്ന് ചിലരെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാകും. കാരണം വി.എസിന്റെ പോരാട്ട വീര്യം മറ്റൊരു രാഷ്ട്രീയ നേതാവിനുമില്ല. വി.എസ്. അച്യുതാനന്ദൻ എന്ന മനുഷ്യനിൽ അവസാനിച്ചിരിക്കുന്നു കമ്മ്യൂണിസം. ഇന്ന് കമ്മ്യൂണിസത്തിന്റെ പേര് പറഞ്ഞ് മേനി നടിക്കുന്നവരെല്ലാം സഖാക്കളല്ല. മേലേത്തട്ടിലുള്ളവർ കോർപ്പറേറ്റ് മുതലാളിമാരും ഇടത്തരക്കാർ മൊത്തവ്യാപാരികളും താഴെത്തട്ടിലുള്ളവർ കൊട്ടേഷൻ ഗുണ്ടകളുമായി അധപതിച്ചിരിക്കുന്നു. സംഭവ ബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ വിവാദങ്ങൾ നിറഞ്ഞ നിരവധി നിയമ പോരാട്ടങ്ങളിൽ വി.എസ്. അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കേരളത്തെ പിടിച്ചുലച്ച പല സംഭവങ്ങളിലും വി.എസ്. എന്ന ഒറ്റയാൾ പട്ടാളം രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം നിയമ പോരാട്ടത്തിനും ചുക്കാൻ പിടിച്ചു. ഇടമലയാർ, ഐസ്ക്രീം പാർലർ, പാമോയിൽ എന്നീ കേസുകളിലെ വി.എസിന്റെ ഇടപെടലുകൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഏടുകളാണ്. ഇടമലയാർ അഴിമതി കേസിൽ മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിക്കുന്നതുവരെ വി.എസിന് വിശ്രമമുണ്ടായിട്ടില്ല. പാമോയിൽ കേസ് UDF സർക്കാർ അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം വി.എസ്. ഉണർന്നു പ്രവർത്തിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വി.എസിന്റെ ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയമായ നിരവധി കേസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഐസ്ക്രീം പാർലർ കേസ്. കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ കേസുകളിൽ ഒന്നായിരുന്നു ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ്. മുസ്ലിം ലീഗ് നേതാവും അന്നത്തെ മന്ത്രിയുമായിരുന്ന P.K. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ റെജീന എന്ന യുവതി പരസ്യ പ്രസ്താവന നടത്തിയതോടെ കേസ് പുതിയ തലങ്ങളിലേക്കെത്തി. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറഞ്ഞിട്ടും മൊഴി രേഖപ്പെടുത്തിയില്ലെന്ന ആരോപണങ്ങൾ അന്നുയർന്നിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐസ്ക്രീം പാർലർ കേസ് വലിയ കോളിളക്കമുണ്ടാക്കി. സംസ്ഥാനമൊട്ടാകെ ഇടതു മുന്നണിയുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായി. ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. വി.എസ്. അച്യുതാനന്ദനായിരുന്നു ഐസ്ക്രീം കേസിന്റെ മുന്നണി പോരാളി. 2006 ഐസ്ക്രീം പാർലർ കേസ് സുപ്രീം കോടതി തള്ളിയെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യയുടെ സഹോദരി ഭർത്താവായ K.F. റൌഫ് ചില വെളിപ്പെടുത്തലുകൾ നടത്തി. അതോടെ ഐസ്ക്രീം പാർലർ കേസ് വീണ്ടും ചർച്ചയായി. ഐസ്ക്രീം പാർലർ കേസിന്റെ അന്വേഷണം കുഞ്ഞാലിക്കുട്ടി അട്ടിമറിച്ചെന്നായിരുന്നു റൌഫിന്റെ വെളിപ്പെടുത്തൽ. അങ്ങനെ റൌഫിന്റെ വെളിപ്പെടുത്തലിൽ പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഐസ്ക്രീം അട്ടിമറി കേസിലെ ആരോപണങ്ങൾ തെറ്റാണെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനായി പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഐസ്ക്രീം പാർലർ കേസിന്റെ കീഴ്ക്കോടതി വിധിക്കെതിരെ വി.എസ്. വീണ്ടും രംഗത്തിറങ്ങി. അദ്ദേഹം കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തി. പോലീസ് നടത്തിയ അന്വേഷണം പക്ഷപാതപരമായിട്ടുള്ളതാണെന്നായിരുന്നു വി.എസിന്റെ ആരോപണം. എന്നാൽ കേസിൽ കൂടുതൽ അന്വേഷണം വേണ്ടെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ രാഷ്ട്രീയ പതനത്തിന് കാരണമായ അഴിമതി കേസായിരുന്നു പാമോയിൽ കേസ്. സിംഗപ്പൂരിൽ നിന്ന് കൂടിയ വിലയ്ക്ക് പാമോയിൽ ഇറക്കുമതി ചെയ്തതിലൂടെ സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നായിരുന്നു കേസ്. 1994 പാമോയിൽ ഇറക്കുമതിയിലൂടെ സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടെന്നായിരുന്നു കേസ്. 1994 പാമോയിൽ ഇറക്കുമതി ചെയ്തതിലെ ക്രമക്കേടുകൾ ശരിവെച്ച CAG റിപ്പോർട്ട് നൽകി. 1996 LDF സർക്കാർ ഈ അഴിമതിയിൽ വിജിലൻസ് കേസെടുത്തു. എന്നാൽ ഭരണമാറ്റത്തോടൊപ്പം പാമോയിൽ കേസിനോടുള്ള സർക്കാരുകളുടെ നിലപാടുകളിലും മാറ്റങ്ങളുണ്ടായി. 2005 ഉമ്മൻചാണ്ടി സർക്കാർ കേസ് പിൻവലിക്കാൻ സത്യവാങ്മൂലം സമർപ്പിച്ചെങ്കിലും പിന്നീട് അധികാരത്തിലെത്തിയ വി.എസ്. സർക്കാർ അത് തിരുത്തി പുതിയ സത്യവാങ്മൂലം നൽകി. 2007 വി.എസ്. സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിനെതിരെ K. കരുണാകരൻ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചു. എന്നാൽ കരുണാകരന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ അപ്പീൽ ഹർജി അസ്ഥിരപ്പെട്ടു. പാമോയിൽ കേസിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചതിനെതിരെയും വി.എസ്. തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. വി.എസ്. ഹൈക്കോടതിയെ സമീപിച്ചു. പാമോയിൽ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇതിനു പിന്നാലെ ഈ കേസിൽ ആരെയും കുറ്റവിമുക്തരാക്കില്ലെന്ന സുപ്രീം കോടതിയുടെ പരാമർശവും ഉണ്ടായി. 24 വർഷമായി പാമോയിൽ കേസിൽ അഴിമതിക്കാർക്കെതിരെ താൻ നടത്തിയ പോരാട്ടത്തിനുള്ള അംഗീകാരമാണ് സുപ്രീം കോടതിയുടെ ഉത്തരവെന്നായിരുന്നു അന്ന് വി.എസ്. പ്രതികരിച്ചത്. ഇടമലയാർ കേസിൽ ആർ ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിച്ചതിനു പിന്നിലും വി.എസിന്റെ നിരന്തരമായ പോരാട്ടമുണ്ടായിരുന്നു. കേസിൽ നിന്ന് രക്ഷപ്പെടാനും ശിക്ഷ ഒഴിവാക്കാനും ബാലകൃഷ്ണപിള്ള പരമാവധി ശ്രമിച്ചെങ്കിലും വി.എസ്. തൻ്റെ നിയമ പോരാട്ടങ്ങളിൽ ഉറച്ചുനിന്നു.
ഇടമലയാറിലെ ടണൽ നിർമ്മാണത്തിൽ നടന്ന അഴിമതിയിൽ ബാലകൃഷ്ണപിള്ളയെ ഹൈക്കോടതി വെറുതെ വിട്ടെങ്കിലും VS സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിൽ ബാലകൃഷ്ണപിള്ളയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് VS തന്റെ നിയമ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ഏകദേശം 20 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ബാലകൃഷ്ണപിള്ളയെ സുപ്രീം കോടതി 1 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. കോളിളക്കമുണ്ടാക്കിയ സൂര്യനെല്ലി പീഡനക്കേസിൽ VS നിരന്തരം ഇടപെട്ടു. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PJ കുര്യന്റെ പേര് പീഡനത്തിനിരയായ പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞിരുന്നെങ്കിലും അത് പ്രതിപ്പട്ടികയിൽ ചേർത്തില്ലെന്ന ആരോപണം VS ഉയർത്തിക്കാട്ടി. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നതോടെ PJ കുര്യൻ രാജ്യസഭ ഉപാധ്യക്ഷ പദവി രാജിവെക്കണമെന്നും VS ആവശ്യപ്പെട്ടു. കിളിരൂർ പീഡനക്കേസിലും VS അച്യുതാനന്ദന്റെ ചില പ്രസ്താവനകളും ആരോപണങ്ങളും ഏറെ ചർച്ചയായിരുന്നു. കിളിരൂർ കേസിൽ ഒരു VIP ഉണ്ടെന്നുള്ള VSന്റെ ആരോപണം വലിയ കോളിളക്കമുണ്ടാക്കി. കേസിൽ ഉൾപ്പെട്ട VIPകളെ പിടികൂടുമെന്നും പെൺവാണിഭക്കാരെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്നും VS അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയായ ശേഷം കിളിരൂർ കേസിൽ അദ്ദേഹം മൗനം പാലിച്ചതും ശ്രദ്ധേയമായി. കേസിൽ അന്വേഷണം നടന്നെങ്കിലും VIP ആരാണെന്നോ അയാളുടെ പങ്കെന്താണെന്നോ ഉള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം എത്തിയില്ല. ഇതിനിടെ കേസ് അട്ടിമറിച്ചത് VS ആണെന്നാരോപിച്ച് കിളിരൂർ കേസിലെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. ഇന്ന് അഴിമതികൾക്ക് വേണ്ടി പോരാടാൻ ആരുമില്ല, VSന് പകരം വയ്ക്കാനും.